ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ തീർച്ചയായും കാണുക. ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നടന്ന എല്ലാ എക്സാമിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What are the activities or reason that cause a magnet to lose magnetic force? അതായത് ഒരു മാഗ്നറ്റിന് അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ്, അതിൻ്റെ കാന്തിക ശക്തി എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടുക? എ മാഗ്നറ്റ് ക്യാൻ ലൂസ് ഇറ്റ്സ് മാഗ്നറ്റിക് ഫോഴ്സ് വെൻ ത്രോൺ. എന്താണ്? വലിച്ചെറിയ, വെൻ ത്രോൺ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? മാഗ്നറ്റിക് പവർ പോകും. പിന്നെ വെൻ ഡംപ്ഡ് ടുഗദർ കെയർലെസ്ലി, ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ട് നമ്മൾ ഡംപ് ചെയ്ത് വെക്കുക, കൂട്ടി വെക്കുക, ഡംപ്ഡ് ടുഗദർ കെയർലെസ്ലി. പിന്നെ വെൻ ഹിറ്റ് ഹാർഡ് വിത്ത് ഹാമർ ഓർ, പിന്നെ ഹാമർ വെച്ചിട്ട് നമ്മൾ നല്ലോണം അടിച്ച് പരത്തുക, അപ്പോഴും മാഗ്നറ്റിക് പവർ പോകും. പിന്നെ വെൻ ഹീറ്റഡ്, പിന്നെ ചൂടാക്കുക. ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് നഷ്ടപ്പെടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു മാഗ്നറ്റ്സ് ഇഫ് ദേ ആർ സ്റ്റോർഡ് ഓർ ഡംപ്ഡ് ടുഗദർ കെയർലെസ്ലി? സ്റ്റോർഡ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഡംപ്ഡ് ടുഗദർ കെയർലെസ്ലി, ശ്രദ്ധയില്ലാണ്ട് കൂട്ടി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ സംഭവിക്കുക? ലൂസ് ദെയർ മാഗ്നറ്റിക് ഫോഴ്സ് ക്വിക്ലി. അവർക്ക് അവരുടെ മാഗ്നറ്റിക് ഫോഴ്സ് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. How should magnets be properly stored to retain their magnetic force? അപ്പൊ എങ്ങനെ ഇത് മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് റീറ്റെയിൻ ചെയ്യാം, സൂക്ഷിച്ചു വെക്കാം? അതിന് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദേ ഷുഡ് ബി സ്റ്റോർഡ് യൂസിങ് എ സ്റ്റോപ്പർ. ഓക്കെ, ഒരു സ്റ്റോപ്പർ ഉപയോഗിക്കാം. ആൻഡ് എ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം ടു പ്രൊട്ടക്ട് ദിയർ ഫീൽഡ്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? ദേ ഷുഡ് ബി സ്റ്റോർഡ് യൂസിങ് എ സ്റ്റോപ്പർ ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം ടു പ്രൊട്ടക്ട് ദിയർ ഫീൽഡ്സ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടാവല്ലേ? സ്റ്റോപ്പർ അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട്, നമ്മൾ മാഗ്നറ്റ് സ്റ്റോപ്പർ അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ സ്റ്റോപ്പർ ഉപയോഗിച്ചിട്ടാണ് റീറ്റെയിൻ ചെയ്യുന്നത്. Now, what is simple goiter? Simple goiter is a condition in which thyroid gland situated in the throat becomes enlarged. അതായത് തൈറോയിഡ് ഗ്രന്ഥി വലുതാവുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. വൈ ഈസ് അയോഡിൻ ഈസ് എസെൻഷ്യൽ ഓഫ് അവർ ബോഡി? എന്തുകൊണ്ടാണ് അയോഡിൻ എസെൻഷ്യൽ എന്ന് പറയുന്നത്? അയോഡിൻ എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ബൈ thyroid gland. And next question, what are dietary fiber? Fibers are cellulose obtained from plant-based food which cannot be digested by our body. അതിനെയാണ് ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓസ്റ്റിയോപൈറോസിസ് എന്നാൽ എന്താണ്? ഓസ്റ്റിയോപൈറോസിസ് is a condition in which bones become soft and brittle due to decrease in the density of minerals in the bones. അപ്പൊ എല്ല് വളഞ്ഞിരിക്കുക അല്ലെങ്കിൽ സോഫ്റ്റ് ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് ഓസ്റ്റിയോപോറോസിസ്? അതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഇറ്റ് മേ ലീഡ് ടു വീക്ക്നെസ് ഓഫ് ബോൺസ് ആൻഡ് ഫ്രാക്ചർ ഉണ്ടാവാം, ബോൺസ് വീക്ക് ആകാം. ഓക്കെ, വാട്ട് ഈസ് സിമ്പിൾ ഗോയിറ്റർ? അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? കണ്ണുമായിട്ടുള്ള എന്ത് പ്രശ്നവും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് റിക്കറ്റ്സ്? റിക്കറ്റ്സിന് കാരണം എന്താണ്? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, വൈറ്റമിൻ ഡി റിക്കറ്റ്സ്. വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ? അയണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അനീമിയ ഡെഫിഷ്യൻസി നമ്മൾ തീർച്ചയായും പഠിച്ചു വെക്കണം. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റമിൻ കോസസ് സ്കർവി? സ്കർവി എന്താണ്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി, വൈറ്റമിൻ സി. ഓക്കെ, വൈറ്റമിൻ സി. വാട്ട് ഫുഡ് ഐറ്റംസ് വിൽ യു സജസ്റ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഇഫ് സമ്മൺ ഇൻ യുവർ ഹോം സഫേഴ്സ് മൗത്ത് അൾസേഴ്സ്? മൗത്ത് അൾസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫുഡാണ് സജസ്റ്റ് ചെയ്യുക? യു ഷുഡ് സജസ്റ്റ് ഫുഡ് ഐറ്റം റിച്ച് ഇൻ വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ് മൗത്ത് അൾസേഴ്സ് വരുന്നത്. സോ സച്ച് ആസ് മിൽക്ക്, എഗ്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആൻഡ് ഹോൾ ഗ്രെയിൻസ് ഒക്കെ ഫുഡിൽ ഉൾപ്പെടുത്തണം.
ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എ ആണ് നൈറ്റ് ബ്ലൈൻഡ്നസിന് കാരണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഹാപ്പൻസ് ഇഫ് മാഗ്നറ്റ് ബ്രോക്കൺ ഇൻറ്റു 2 പീസസ്? ഒരു മാഗ്നറ്റ് 2 കഷ്ണായി എന്താണ് സംഭവിക്കുക? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ദ ബ്രോക്കൺ പീസസ് ബിക്കം 2 സ്മോൾ മാഗ്നറ്റ്. അതെന്താവും? 2 മാഗ്നറ്റ് ആയി മാറും. ഈച്ച് ഹാവിങ് ഇറ്റ്സ് ഓൺ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. രണ്ടിനും നോർത്തും സൗത്തും പോളുള്ള 2 മാഗ്നറ്റ് ആയിട്ട് മാറും ഒരു മാഗ്നറ്റ് പൊട്ടിപ്പോയാൽ. In the past, what did travelers across the sea and the desert depend on to find a direction before identifying the properties of a magnet? അപ്പം മാഗ്നറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു? ദേ യൂസ് ടു ഡിപ്പെൻഡ് ഓൺ പോൾ സ്റ്റാർ ആൻഡ് അതർ കോൺസ്റ്റലേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് മേഡ് ഫൈൻഡിങ് ഡയറക്ഷൻസ് ഈസിയർ ഫോർ ട്രാവലേഴ്സ്? എന്ത് പ്രോപ്പർട്ടിയാണ്? ഇറ്റ് ഈസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. അത് പഠിച്ചു വെക്കുക. ഡയറക്ഷണൽ property. The property is always pointing in the north south direction. എപ്പോഴും എന്ത് ഡയറക്ഷൻ ആയിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അടുത്തത്. വാട്ട് കൈൻഡ് ഓഫ് മാഗ്നറ്റ് ആർ ലോഡ്സ്റ്റോൺ ക്ലാസിഫൈഡ്? ലോഡ്സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്ത് തരം മാഗ്നറ്റ് ആണ്? ഓക്കെ, ലോഡ്സ്റ്റോൺ എന്താണ്? നാച്ചുറൽ മാഗ്നറ്റ് ആണ് ലോഡ്സ്റ്റോൺ. ഓക്കെ, what happens when a second gem clip is attached to a gem clip that is already sticking to a bar magnet? ഒരു ബാർ മാഗ്നറ്റിൻ്റെ അടുത്ത് ഒരു ജെം ക്ലിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ആ ക്ലിപ്പിനോട് വീണ്ടും ഒരു ജെം ക്ലിപ്പ് അറ്റാച്ച് ചെയ്യാൻ വെച്ചാൽ എന്താ സംഭവിക്കുക? ദ സെക്കൻഡ് ജെം ക്ലിപ്സ് സ്റ്റിക്സ് ബിക്കോസ് ദ ഫസ്റ്റ് വൺ അക്വയർഡ് ടെമ്പററി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഫ്രം ദ ബാർ മാഗ്നറ്റ്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യും. ഈ ഇതിപ്പം മാഗ്നറ്റ് ഒന്നും അല്ലെങ്കിൽ കൂടി ഇത് സ്റ്റിക്ക് ചെയ്ത് നോക്കൂ രണ്ടാമത്തെ ഉള്ള ജെം ക്ലിപ്പ്. കാരണം എന്താണ്? ഇത് ടെമ്പററി, ഇതിനൊരു ടെമ്പററി മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടി, അതുകൊണ്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അടുത്തത്. ഡസ് എ ജെം ക്ലിപ്പർ റിട്ടൈൻ ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആഫ്റ്റർ മെയിൻ മാഗ്നറ്റ് ഈസ് റിമൂവ്ഡ്? ഈ ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്തു, അപ്പൊ എന്താ സംഭവിക്കുക? No, it loses its magnetic property once the bar magnet is removed because it is only a temporary magnet. ഇത് റിമൂവ് ചെയ്താലും എന്തായിരിക്കും? അതിന്റെ മാഗ്നറ്റിക് പവർ ഒക്കെ പോവും. ഓക്കെ, ഇനി അടുത്തത്. വാട്ട് ഹാപ്പൻസ് ടു മാഗ്നറ്റ് ഇഫ് ദേ ഹാവ് സ്റ്റോർഡ് ഓർ ഡംപ്ഡ് ടുഗദർ കെയർലെസ്ലി? ശ്രദ്ധയില്ലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ ലൂസ് ദെയർ മാഗ്നറ്റിക് ഫോഴ്സ് ക്വിക്ലി. പിന്നെ നമ്മൾ റീറ്റെയിൻ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നു? ദേ ഷുഡ് ബി സ്റ്റോർഡ് യൂസിങ് എ സ്റ്റോപ്പർ ആൻഡ് എ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം. രണ്ടിന്റെ ഇടയിൽ വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബോൺ മൂവ്സ് വൈൽ വി ചൂ ഫുഡ്? നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏത് ബോണാണ് മൂവ് ചെയ്യുന്നത്? ലോവർ ജോ ബോണാണ് മൂവ് ചെയ്യുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദ മേജർ ഓർഗൻ പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കള്ള്. സ്കള്ളിന്റെ ഉള്ളില് പ്രൊട്ടക്ട് ചെയ്ത മേജർ ഓർഗൻ ഏതാന്ന് വെച്ചാൽ ബ്രെയിൻ ആണ്. അപ്പാർട്ട് ഫ്രം ദ ബ്രെയിൻ വിച്ച് അതർ ഓർഗൻ റിസീവ്സ് പ്രൊട്ടക്ഷൻ ഫ്രം ദ സ്കള്ള്?